മുഴങ്ങുന്നിതാഹണം ഓരോ നെഞ്ചിലും സദാതീതമായി ജ്വലിക്കുന്നിതാ ഭാരതം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പെൽഗാം അറ്റാക്കിൻ്റെ പിറ്റേ ദിവസം മനസ്സ് വളരെ വിഷമിച്ചിട്ടാണ് ഒരു പോസ്റ്റ് ചെയ്തത്. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ത് കാര്യം നടക്കുമ്പോഴും ഫേസ്ബുക്കിൽ പ്രതികരണം ഉണ്ടാവാറുണ്ട്, സോഷ്യൽ മീഡിയ പ്രതികരണം ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാനെ പലവട്ടം നമ്മൾ ഫേസ്ബുക്ക് തോൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ, സിന്ദൂറിന് മുമ്പേ തന്നെ. പക്ഷേ ആരെങ്കിലും ഒരാളെങ്കിലും പുറത്തിറങ്ങിയിട്ട് ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ നെഞ്ചുയർത്ത് നിൽക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നി. ആ സമയത്താണ് ആ പോസ്റ്റ് ഇട്ടത്. പല ആളുകളും നമ്മൾ ആ സമയത്ത് കളിയാക്കി, പല ആളുകളും കരുതി നമ്മൾ ആ പരിപാടി ആയിട്ട് മുന്നോട്ട് പോകില്ല എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ചില ആളുകൾ വിളിച്ചു ചോദിച്ചു, ഇനി നിങ്ങൾ പോകണ്ടല്ലോ. അപ്പോൾ പല ആളുകളുടെയും ചിന്ത നമ്മൾ 100 ബുള്ളറ്റ് എടുത്ത് പോയിട്ട് പാകിസ്ഥാനെ എന്തോ ആക്രമിക്കാൻ പോവാണെന്നാണ്. അതല്ല ഇതിൻ്റെ അകത്തുള്ള വികാരം. ഭാരതത്തിൽ ഏതൊരു ഭാരതീയനും മതം നോക്കാതെ സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. ഒരു തരത്തിലുള്ള ഭീകരതയ്ക്കും നമ്മെ തോൽപ്പിക്കാൻ പറ്റുന്നതല്ല. ഒരു തരത്തിലുള്ള ഭീകരതയോടും അടിയറ പറഞ്ഞുകൊണ്ടൊരു ജീവിതം നമുക്ക് സാധ്യമല്ല. എന്തായാലും ആ പോസ്റ്റിന് വലിയ പ്രചരണം കിട്ടി. 1000 ചില്ലാൻ പേരോളം നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു. അതിൽ ശരിയായിട്ടുള്ള ആളുകളുണ്ട്, എന്താണെന്ന് അറിയാൻ വന്നവരുണ്ട്. അതിൻ്റെ അകത്തുനിന്നൊരു ഫിൽട്ടർ ചെയ്ത് കുറച്ച് പേരെടുത്തു. അതൊരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ അകത്തുനിന്ന് 100 ചില്ലാൻ ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്നും ഫിൽട്ടർ ചെയ്തു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ അകത്തുനിന്നും ഫിൽട്ടർ ചെയ്ത് ഒരു കൺഫേംഡ് റൈഡേഴ്സിൻ്റെ ഗ്രൂപ്പാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഒരു 3-4 ലെയേഴ്സ് ഓഫ് ഫിൽട്ടറിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സംഖ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് അത്രയും ദിവസം, അതായത് പഹൽഗാം കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം വരെ നോക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഇതിനോടുള്ള താല്പര്യവും ആവേശവും കൂടി വരിക എന്നല്ലാതെ ഒരാളും കുറഞ്ഞ് പുറകോട്ട് പോയിട്ടില്ല. ഒന്ന് പണ്ട് തൊട്ടേ ഞാനൊരു നാഷണലിസ്റ്റ്, റൈഡിങ് ഇഷ്ടമാണ്. മോറോവർ ഞാനൊരു നാഷണലിസ്റ്റാണ്. ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പം ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ എനിക്കും ഭയങ്കരമായിട്ട് അതിനോട് പ്രതിഷേധിക്കണം, ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല, ഇതിന് തക്കതായ മറുപടി കൊടുക്കണം, ഇത്തരം ഒരുപാട് നമ്മുടെ രാജ്യസ്നേഹം അടക്കം എല്ലാ വികാരങ്ങളും ഒരുമിച്ച് വരുന്നൊരവസ്ഥയാണല്ലോ. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരെ മതം ചോദിച്ചു കൊല്ലുന്ന അവസ്ഥയൊക്കെ വരുന്നു, മതത്തിൻ്റെ പേരിൽ കൊല്ലുന്ന അവസ്ഥയൊക്കെ വരുന്നു. ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ അത്തരം കാര്യങ്ങളെ പൂർണ്ണതോതിൽ ചെറുക്കണം, അതിനെ പ്രതിരോധിക്കണം, അതിനി ഉണ്ടാവാതെ കാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ ആദ്യം തന്നെ വരുമല്ലോ. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇത് നിൽക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് റാംജിയുടെ പോസ്റ്റ് കാണുന്നത്. ഞാൻ റാംജി സുഹൃത്തുക്കളാണ്. അപ്പോൾ റാംജിയുടെ പോസ്റ്റ് കാണുക. അപ്പം ഞാൻ അന്നേരം തന്നെ പറയുകയാണ്, അപ്പം എല്ലാവരും പറയും ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതല്ലേ. ശരിയാണ്, ആവേശത്തിൻ്റെ പുറത്താണ്. പക്ഷേ ആ ആവേശം നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു, ഇപ്പോൾ ഈ മൊമെൻറ്റും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, നമ്മൾ ആ ഒരു കാര്യം കൂടിയുണ്ട്. കാര്യം നമ്മൾ ഇപ്പം ആളുകൾക്ക് ഇനി കാശ്മീർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഫാക്ടർ കൂടിയിട്ടാണ് ഈ ഭീകരാക്രമണം കൊണ്ട് ബാധിക്കപ്പെടുന്നത്. ഇപ്പം ടൂറിസമാണ് അവിടുത്തെ ഇപ്പം പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്. അപ്പോൾ ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ട്രാവലേഴ്സ് ഭയക്കും അങ്ങോട്ട് പോകാൻ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാടൊന്നും ചെയ്യാൻ അവസരം കിട്ടിയ ആളുകളല്ല നമ്മളൊന്നും. അപ്പം താങ്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തിട്ടില്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല. വളരെ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്യാനുള്ള അവസരമൊക്കെ വളരെ കുറവാണ് ലഭിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തന്നെ റിസ്ക് ചെയ്തുകൊണ്ട് 10-15 ദിവസം എൻ്റെ ജോലിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് 40,000-40,000 രൂപ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് രാഷ്ട്രത്തിന് വേണ്ടി ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അയാൾക്ക് സംഭവിക്കാവുന്നത്, അയാൾ നമ്മളൊക്കെ മരിച്ചു പോകുന്ന സമയത്ത് ധന്യരായി മരിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മരണക്കിടയ്ക്ക് കിടക്കുമ്പം ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വരുത്തും. മറ്റൊന്നല്ല, എൻ്റെ ജീവിതം ധന്യമായി, സാർത്ഥകമായൊരു ജീവിതമാണ് ഞാൻ ജീവിച്ചത്, എന്തോ ഞാൻ ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത് ചെലവല്ലോസിക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. കാരണം അത് തരുന്ന ആത്മവിശ്വാസം, അത് നൽകുന്ന ദേശസ്നേഹം, അത് നൽകുന്ന ആദരവ്, മൊത്തം ഭാരതത്തിൻ്റെ സ്നേഹാശിശുകൾ ഏറ്റുവാങ്ങുക, ഇതൊക്കെ മനുഷ്യജന്മത്തിൽ ദുർലഭമായിട്ടുള്ള കാര്യമാണ്. ചലോ എൽ ഒ സി എന്ന് പറയുന്നത് റാംജി ഡിക്ലെയർ ചെയ്തപ്പം ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായപ്പം നമ്മളെ യുവാക്കളാണ് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ടത് തോന്നിയിട്ടാണ് ഞാനിതിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത്.
നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ യാത്രേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ശങ്കര ടു ശാരദയാണ്. അതായത് ഒരു എൻഡ് ടു എൻഡ് വരെയാണ് നമ്മൾ ഇന്ത്യൻ്റെ സഞ്ചരിക്കുന്നത്. അതായത് ഇന്ത്യൻ്റെ ഹൃദയഭാഗത്തൂടെ തന്നെ സഞ്ചരിക്കുമ്പം അത് എത്രയോ പേരിലേക്ക് മെസ്സേജുകൾ കൊടുക്കാൻ പറ്റും. എസ്പെഷ്യലി അത് യൂത്തിൽ തന്നെ ജെൻസും ഉണ്ട്, ലേഡീസും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരു മാതൃകയാക്കാവുന്ന ഒരു റൈഡാണ് നമ്മൾ ഈ രീതിയിൽ ആവിഷ്കരിച്ചത്. അപ്പോൾ അത് വലിയൊരു മെസ്സേജായി മാറും. അത് മാത്രമല്ല, അത് ഇൻഡർസ്റ്റേറ്റായി ഡിസ്കസ് ചെയ്യപ്പെടും. ചാനൽസും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മൂവ്മെൻറ്റായി ഭാവിയിലേക്ക് മാറും. അത് വലിയൊരു മെസ്സേജ് നമ്മളെ ആൻറ്റി നാഷണൽ ഇത്തരം ടെററിസ്റ്റ് കൈൻഡ് ഓഫ് പീപ്പിളിന് ഒരു വലിയൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് വേൾഡ് വൈഡ് മേ ബി അത് ഡിസ്കസ് ചെയ്യപ്പെടുമെന്ന് കരുതുന്നു. ഇത് നമ്മൾ ദേശീയതയിൽ ഊന്നിയുള്ള ഒരു മൂവ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഊർജ്ജം താനേ വരുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരുടെ ഉള്ളിലൊരു ദേശീയത ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മോശം എന്ന് ഞാൻ പറയില്ല, പക്ഷേ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്നു, അടുത്ത ദിവസം അടുത്ത വെള്ളിയാഴ്ച ഒരു പുതിയ മൂവി റിലീസ് ചെയ്യുമ്പോഴേക്കും നമ്മളിതൊക്കെ മറക്കും. പക്ഷെ അങ്ങനെ പോരാ. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി, വളരെ സ്ട്രോങ് ആയി, വളരെ ബോൾഡായി പറയാനുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പറയുക എന്നുള്ളതാണ്. അതിന് ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓപ്പർച്യൂണിറ്റിയേക്കാൾ ഉപരി ഇത് നമ്മുടെ ഒരു കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു ഒത്തുകൂടലാണ്, ഒരു കൂട്ടിയാണ്, ഡെഫിനറ്റ്ലി ഒരു കൂട്ടായ്മയാണ്. നമ്മളെല്ലാവരും അറിയാമല്ലോ, ഒരു പെഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് ഒരു വലിയൊരു നേഷൻ തന്നെ ഒരു വലിയൊരു ട്രോമാറ്റിക് സിറ്റുവേഷനിലേക്ക് പോയി ടെമ്പററിലി. പക്ഷേ അതിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം ഒരു 10 പേരെ വെടിവെച്ച് കൊന്നിട്ട് ഒരു ജനതയെ മുഴുവൻ പേടിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഹീഡ് ചെയ്യുകയില്ല, അതിന് നമ്മൾ ബാക്ക് ഡൗൺ ചെയ്യുകയില്ല. നമ്മൾ അവകാശപ്പെട്ട സ്ഥലത്തേക്ക് പോയി നമുക്ക് അവകാശപ്പെട്ട മെസ്സേജ് നമ്മൾ വളരെ ബോൾഡായിട്ട് പറയും എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു മൂവ്മെൻ്റ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സന്ദേശമാണ് ഇതിൻ്റെ പുറകിൽ. അതെ, അതിന് യൂത്ത് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അത് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ മാത്രം പോരാ, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് രാംജി പറയുന്നൊരു കാര്യമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഈ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഒരേ നാദമായി ഒരേ താളമായി മുഴങ്ങുന്നിതാ കാഹളം, ഓരോ നെഞ്ചിലും സദാതീതമായി ജ്വലിക്കും